ആദ്യമേ തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി. എൻ്റെ പേര് ലൈബി. ഞാൻ ഇരിങ്ങാലക്കുട രൂപത അമ്പഴക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജനുവരിയിലാണ്. എനിക്ക് ആ സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് പൂർണ്ണമായ അവബോധമുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഇതിനിടയിൽ ഇന്ന് വരെ 6 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഉടമ്പടി എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എങ്കിലും ഞാൻ അന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ മാതാവ് ആ സമയത്ത് ഓർക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചിരുന്നത് എൻ്റെ മൂത്ത മകൻ ആൽഡ്രിൻ. അവനെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് 7 വയസ്സും ചെറുതിന് 5 വയസ്സായിരുന്നു. ആ സമയത്ത് മൂത്ത മോന് 7 വയസ്സെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവന് ഹൈപ്പോതൈറോയിഡിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ ജനിച്ച് ഒരാഴ്ച തുടങ്ങി അവൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവൻ ചോദിക്കുമായിരുന്നു, എന്തിനാ അമ്മ ദിവസം എനിക്ക് ടാബ്ലറ്റ് തരുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ മാതാവിനോട് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അവൻ്റെ കഴുത്തിലും നെറ്റത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി അവന് ടാബ്ലറ്റ് നിർത്തിയിട്ട് ഇതുവരെ ടാബ്ലറ്റ് പിന്നെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മാതാവ് ഈശോ വഴിയായിട്ട് ഇത് പൂർണ്ണ സൗഖ്യം തന്നുവെന്ന്. പിന്നെ പിള്ളേർക്ക് 2 പേർക്കും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ട് പനിയും ജലദോഷവും ചുമയും മാറി മാറി വരുമായിരുന്നു. ഞാൻ മാറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ദിവസവും സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവർക്ക് നേർച്ച വസ്തുക്കളായ തേനും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും നെറ്റത്ത് കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തേൻ കഴിക്കാനും കൊടുക്കുമായിരുന്നു. അവർ സ്ഥിരമായിട്ട് അത് ഇപ്പോഴും സ്കൂളിൽ പോകണേക്കാൾ മുമ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ അത് കൊടുക്കാണ്ട് തന്നെ അവർ സ്വന്തമായിട്ട് നെറ്റത്ത് കുരിശ് വരച്ച് തേനും കഴിച്ചിട്ടാണ് ഇപ്പോൾ എവിടെ വേണമെങ്കിലും പോകുന്നത്. അതെനിക്ക് വലിയൊരു സാക്ഷ്യമായി തോന്നുന്നു. പിന്നെ ഞാൻ OET ആ സമയത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് OET റീഡിംഗ് മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കുറേ പ്രാവശ്യം എഴുതിയായിരുന്നു OET. പക്ഷേ ആദ്യം ഒരു 3-4 പ്രാവശ്യം മൊത്തം മൊഡ്യൂളായിട്ട് എഴുതിയായിരുന്നു. പക്ഷേ റീഡിങ് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അത് സെപ്പറേറ്റ് എഴുതി. അതിലും എനിക്ക് 320 മാർക്കേ കിട്ടുന്നുള്ളൂ. 3 മാർക്ക് എപ്പോഴും പോകുമായിരുന്നു. ലാസ്റ്റ് 12ാമത്തെ പ്രാവശ്യം എനിക്ക് OET പാസ്സാകാൻ സാധിച്ചു. അയർലൻഡ് സ്കോർ നൽകി മാതാവ് ഈശോ വഴിയായിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അയർലൻഡ് പ്രോസസ്സിങ്ങിലാണ് ഞാൻ. ഉടമ്പടി പ്രകാരം എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളായ തേൻ കഴിക്കുകയും അതുപോലെ ഉടമ്പടി ഉപ്പ് ഭക്ഷിക്കുകയും പരീക്ഷാ ഹാളിൽ ഉടമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം എത്തിക്കുകയും അതുപോലെ തന്നെ എക്സാം പേപ്പറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി കാശ് രൂപം കൊണ്ടുപോയിരുന്നു. അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി. ഇപ്പോൾ ഞാൻ അയർലൻഡ് പ്രോസസ്സിങ്ങിലാണ്. പിന്നെ എനിക്ക് ടോൺസിലേറ്റിൻ്റെ അസുഖം മിക്ക മാസവും എനിക്ക് തൊണ്ടവേദന വരും. എന്തെങ്കിലും തണുത്ത് കഴിച്ചാലും പെട്ടെന്ന് എനിക്ക് തൊണ്ടവേദന വരുമായിരുന്നു. ഞാനപ്പോൾ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ തൊണ്ടവേദന വരും, എന്നാലും കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വരുള്ളൂ. അത് വലിയ കാര്യമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. അതെനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ബ്രസ്റ്റിന് താഴെയായിട്ട് 2 തടിപ്പ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ അത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം ഞാൻ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതെപ്പോഴോ ഞാൻ ഓർക്കുന്ന പോലുമില്ല, എപ്പോഴോ അത് അപ്രത്യക്ഷമായി പോയി. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ മാൾട്ടയ്ക്ക് പോകാനായിട്ട് ഇപ്പം നാട്ടിലാണ്. 2 വർഷം മുമ്പ് മാൾട്ടയ്ക്ക് പോകാനായിട്ട് തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്ന വഴിയായിട്ട് അത് ശരിയായി എന്നുള്ള മെയിൽ വന്നു. അങ്ങനെ പോകാൻ സാധിച്ചു. പിന്നെ ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഇടാനും സാധിച്ചു. പിന്നെ ചേട്ടൻ അവിടെ വെൽഡിങ്ങിൻ്റെ സമയത്ത് മാൾട്ടയിലായിരുന്ന സമയത്ത് ഒരു റാഡ് എക്സ്റേ വെൽഡിംഗ് ആണ്. അപ്പോൾ ഒരു റാഡ് ചെവിടിൻ്റെ ഉള്ളിൽ കൂടെ ഈർക്കിൽ പോലത്തെ ഒരു സാധനമാണ് ചെവിടിൻ്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞു കയറി. അപ്പോൾ ഞാനിവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുവഴിയായിട്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 മാസത്തിന് മുമ്പ് ചേട്ടന് നെഞ്ചുവേദന വന്നിരുന്നു. 1-2 വർഷം വന്നിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി ECG എടുത്തപ്പോൾ അതിനകത്ത് പൾസ് റേറ്റ് ഭയങ്കര കുറവാണ്. 60 താഴെ, 50, 52, 54 ആ റേഞ്ചിൽ നിൽക്കണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ. അങ്ങനെ ഞങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ എക്കോ ടെസ്റ്റ് ചെയ്തു, TMT ടെസ്റ്റ് ചെയ്തു. ഞാനപ്പോൾ ആ സമയത്ത് ചേട്ടന് ടെസ്റ്റിന് കയറ്റിയ സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉടമ്പടി ഉപ്പ് ഹോസ്പിറ്റലിൽ വിതറി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ടെസ്റ്റ് റിസൾട്ട് എല്ലാം നോർമലായിരുന്നു. പിന്നെ അതിനുശേഷം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ പത്രവിതരണം നടത്തിയിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു പുച്ഛത്തോടെയുള്ള നോട്ടം, ഒരു മനോഭാവമൊക്കെ തോന്നിയിരുന്നു. എങ്കിലും ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു സാക്ഷ്യം വായിക്കുവാണെങ്കിൽ അത് ആ വായിക്കുന്ന സമയത്ത് മാതാവ് അവർക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞ് അനുഗ്രഹമാണെങ്കിലും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഫ്രണ്ട്സിനും അതുപോലെ സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി. ലൂക്ക 1:49-50 തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ലൈബി നിജോ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും വലിയ സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ സൂചിപ്പിച്ചത് മകളുടെ OET എക്സാമിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കുറേ കൂടി ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവരായി ജീവിക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിത ക്ലേശങ്ങൾ പൂർണ്ണമായും അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുകയാണ്. കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ മകൻ്റെ വലിയ സഹനങ്ങൾക്കൊപ്പം നിന്ന് അമ്മ നമ്മുടെ ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കുകയും മകൻ്റെ ജീവിതവും മരണവും അത് രക്ഷാകരമായിരുന്നതുപോലെ നമ്മുടെ ത്യാഗപൂർണമായ ജീവിതം അത് വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമ്പോൾ നമുക്കത് രക്ഷയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകും വിധം അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ അരികിൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. ഒരു കണ്ണീരും പാഴായി പോവില്ലെന്ന്, ഒരലച്ചിലും അനാഥമായി പോവില്ലെന്ന്, ഓരോ പരിശ്രമത്തിലും ദൈവികമായ സംരക്ഷണം ലഭിക്കുമെന്ന്, നിൻ്റെ കഴിവ് കുറവാണെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഏറെ പരിമിതിയുണ്ടെങ്കിലും നീ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും നിൻ്റെ ജീവിതത്തിലുള്ള വിശ്വസ്തതയും ദൈവത്തോടുള്ള വിധേയത്വവും നിൻ്റെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ നൽകുവാൻ കൂടെ നിന്ന് സഹായിക്കുമെന്ന് ഓരോ ഉടമ്പടി സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ മക്കളും ഉടമ്പടി എടുത്ത കാലം മുതൽ അമ്മ മാതാവിനോട് ചേർന്ന് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിതം പുനഃസമർപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൽ വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഓരോ ജീവിത വിഷയത്തിന്മേലും ദൈവികമായ ശക്തിയും തീരുമാനങ്ങളും ഇടപെടലുകളും ലഭിച്ചുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുന്നത്, സങ്കടങ്ങൾ മാറിപ്പോകുന്നത്, രോഗം സൗഖ്യപ്പെടുന്നത്, ശുഭകരമായ ഭാവിയിലേക്ക് ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്നത് ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെയും കൃപാസന മാതാവിലൂടെ ഈശോ ഏറ്റെടുത്ത് പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.